ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ശ്രീറാംപൂർ ഫെറിഘട്ടിലേക്ക് എത്താറായി. ബാരക്പൂർ ധോബിഘട്ടിൽ നിന്നും ശ്രീറാംപൂർ ഫെറിഘട്ടിലേക്കുള്ള ഒരു ട്രാവൽ ബ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ഞാൻ വീഡിയോ പിൻ ചെയ്ത് വെച്ചേക്കാം, അതൊന്ന് കണ്ടു നോക്കണേ കേട്ടോ. എല്ലാവരും ഇവിടെ ഇറങ്ങണവരായാലും തിരക്കാണ്. ഓ, അത് ഞാൻ അടുത്തേക്ക് കയറും. ഈ സൈഡിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് തടി വെച്ചിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. നമ്മൾ നടക്കുന്ന ആ പോർഷൻ തടിയിലാണ് ചെയ്തേക്കുന്നത്. ഹട്ടിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിൽ രണ്ട് സൈഡിലായിട്ട് അമ്പലങ്ങളുണ്ട്. ഇവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് വേണം നമുക്ക് ശ്രീറാംപൂർ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്ക് പോകാനായിട്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളായിട്ട് ചെന്ന് ഓട്ടം വിളിച്ചാൽ അവർ വരത്തില്ല. ആ ഓട്ടോയിൽ ഫുൾ ആളായതിനു ശേഷം മാത്രമേ ഒരു ഓട്ടോ എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 8 പേരുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഓട്ടം വിളിച്ചപ്പോൾ തന്നെ അവർ വന്നു. അതുകൊണ്ട് നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ഓട്ടോ ഫുൾ ആവുന്നവരെ നമുക്കവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും.
അങ്ങനെ നമ്മൾ ടോട്ടോയിൽ കയറി. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ നമ്മുടെ സ്ട്രീറ്റിലേക്ക്. പക്ഷേ ഇവിടുത്തെ തിരക്ക് കാരണം അതൊരു 10-15 മിനിറ്റോളം നീളാൻ സാധ്യതയുണ്ട്. അത്രമാത്രം തിരക്കാണ് റോഡിലേക്ക്. കുഞ്ഞു റോഡുകളാണ്. അപ്പോൾ കുഞ്ഞു റോഡുകളും ഒരുപാട് വാഹനങ്ങളാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റഷ് ഉണ്ട്. അങ്ങനെ നമ്മൾ ശ്രീറാംപൂർ സ്ട്രീറ്റിലെത്തി കേട്ടോ. ഇതാണ് നമ്മൾ വന്ന ടോട്ടോ. ശ്രീറാംപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഷോപ്പിംഗ് സ്ട്രീറ്റ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്ട്രീറ്റിലെ കാഴ്ചകൾ കാണാം. സ്ട്രീറ്റിലോട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി. എങ്ങോട്ട് തിരിയണം, ഏത് കടയിൽ കയറണം, ഏത് സാധനം വാങ്ങിക്കണം. കാരണം എല്ലാ സാധനങ്ങൾക്കും വളരെ വിലക്കുറവാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ്. വിലക്കുറവാണെന്ന് കരുതിയിട്ട് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല നല്ല സാധനങ്ങൾ തന്നെയാണ്. നമ്മുടെ ചെരുപ്പിനായാലും ഡ്രസ്സുകളായാലും വീട്ടുപകരണങ്ങളായാലും എല്ലാ സാധനവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, എങ്ങോട്ട് തിരിയണം, ഏത് വാങ്ങിക്കണം, ഏത് കടയിൽ കയറണം. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പം കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആയാലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. സാരീസിലായാലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ സ്ട്രീറ്റിലേക്ക് വന്ന സമയത്ത് അത്യാവശ്യം നോർമൽ തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ സമയം ഭയങ്കര തിരക്കായിരുന്നു.
സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ഞങ്ങൾ ശരിക്കും ക്ഷീണിച്ചു, ഒരുപാട് നടന്നു. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ അവിടുത്തെ ആംബിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു ഹോട്ടൽ പോലെ തോന്നും, പക്ഷേ അകത്ത് കയറുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ലൈറ്റിങ്ങും അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 9 മണിയായി കാണും. ഭയങ്കര തിരക്കായി. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കായി. ഇവിടെ ഉണ്ട് കേട്ടോ ബ്ലൗസിൻ്റെ എല്ലാം. ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് നമ്മൾ അത് ഉപയോഗിച്ചില്ലല്ലോ. ഇട്ടുകൊള്ളേ നല്ല നല്ല ഡ്രസ്സുകളല്ലേ ചേച്ചി? സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നല്ല തിരക്കായിരുന്നു ഞങ്ങൾ തിരിച്ചിറങ്ങാൻ സമയത്ത്. അതുകൊണ്ട് ഒരു ഭാഗം മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. സ്ട്രീറ്റിൻ്റെ ഇനിയും കുറച്ച് ഭാഗം കൂടി നമ്മൾ കാണാനായിട്ടുണ്ട്. ഇതാണ് ശ്രീറാംപൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ കൂടുതലായിട്ട് ലോക്കൽ സർവീസാണ് നടത്തുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.